അപ്പൊ നമ്മളിന്ന് ഡിന്നർ കഴിക്കാൻ എവിടെ പോന്നെ? ന്യൂ പഞ്ചാബ്. ഇവരെല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടാ, വയ്യാണ്ടിങ്ങനെ ഇരിക്ക. അപ്പൊ നമുക്ക് പോയിട്ട് വരാം. പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. അല്ല കുട്ടാ, പോ. അങ്ങനെ നമ്മൾ സാഹസികമായി പിള്ളേരെയും കൊണ്ട് നടന്നതാ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ, ന്യൂ പഞ്ചാബ്. അപ്പോൾ നമ്മളവിടെ ചെന്നപ്പോൾ കുറച്ച് തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഫുഡ് ഓർഡർ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ താഴെ ഒരാൾ ഇന്ന് ഭയങ്കര മെനു നോക്കലാണേ. അങ്ങനെ എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതൊക്കെ തീരുമാനിക്കുകയാണ്. അപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരത്തെ കിട്ടുമല്ലോ. ഇതാണ് അവിടുത്തെ മെനു കാർഡ്. മോസ്റ്റ്ലി പാകിസ്ഥാൻ ഡിഷസ് ആണ് അവിടെ ഉണ്ടായിരുന്നത് കേട്ടോ. സംഭവം നല്ലതായിരുന്നു. നമ്മൾ ഇതിന് മുന്നേ ഇവിടെ വന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല ഒത്തൻറ്റിക് ആയിട്ടുള്ള പാകിസ്ഥാൻ ഡിഷസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നേരത്തെ കണ്ട കരച്ചില് ബേബി ചെയർ കിട്ടാത്തതിനുള്ള കരച്ചിലായിരുന്നു ശംഖുവിൻ്റെ ഏട്ടാ. അപ്പം നമ്മളവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു ടീം വന്നിട്ട് ക്രിസ്മസിൻ്റെ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു, പിന്നെ എന്താവും. അപ്പോൾ നമ്മളവിടെ ആദ്യം ചെന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് തരാം നമുക്ക് ഈ കോണിൻ്റെ സൂപ്പാണ്. അപ്പോൾ എനിക്ക് പൊതുവേ ഈ സൂപ്പ് അത്ര ഇഷ്ടമുള്ള ഒരാളല്ല. പക്ഷെ എനിക്ക് എന്താണെന്നറിയില്ല, ഈ ഹോട്ടലിലെ സൂപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ സാലഡ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെറുതുങ്ങൾക്ക് ക്യാരറ്റും കുക്കുംബറും കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നെ ചെറുതുങ്ങൾക്ക് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കുട്ടാപ്പൂൻ്റെ നാരങ്ങ കഴിച്ചിട്ടുള്ള എക്സ്പ്രഷൻസാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് മട്ടൻ അച്ചാരി, ചിക്കൻ പെഷവാരി, ചിക്കൻ ടിക്ക ബോട്ടി, പിന്നെ ഈ കൂടെ കഴിക്കാൻ നാനുകളായിരുന്നു. ബട്ടർ നാൻ, ഗാർലിക് നാൻ, തന്തൂരിൻ്റെ നാന്, റോഗിനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു നാനും. പിന്നെ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവർ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് അതിൻ്റെ കൂടെ തന്നെ ഗുലാബ് ജാമുൻ തന്നിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല അടിപൊളി ഫുഡായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഫുഡ് കഴിച്ചിറങ്ങി ഹോട്ടലിലുണ്ടായിരുന്ന ജീരക മിഠായും പെരുംജീരകവും എല്ലാം എടുത്തിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്ലൈറ്റ് കണ്ടപ്പോൾ 2 പിള്ളേർ അത് നിന്നിട്ട് ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. തിരിച്ച് വരുന്ന സമയത്ത് നമ്മൾ കുറേ ദൂരമൊക്കെ ഇവരെന്നെ എടുത്തിട്ടാട്ടോ വന്നത്, ഇല്ലെങ്കിൽ നമ്മൾ സമയത്തിന് റൂമിലെത്തില്ല. പിന്നെ അങ്ങനെ നടന്ന് കുറച്ച് നടക്കാനുണ്ടായിരുന്നു റൂമിൽ. എന്താണ് ഒന്നും കൂടെ പറയോ, ഉറക്കെ പറയോ? അവിടെ ഉണ്ടായിരുന്നു. ഇതാണ് അസൂയ നമ്പർ 2. അപ്പോൾ എൻ്റെ ആദ്യത്തെ 2 വീഡിയോസിൽ മാത്രമേ ഇവരെ കണ്ടിട്ടുണ്ടാവുള്ളൂ, 1-2 വീഡിയോസിൽ. പിന്നെ ഇവരെ കണ്ടിട്ടുണ്ടാവില്ല, കാരണം ഇവർ ദുബായ് പോയിക്കായിരുന്നു. ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല. ചന്തുവിന് ലീവ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല. ഇവരാകെ 10 ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ ദുബായിൽ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ചിന്നും ചേച്ചി ഏട്ടനും കൂടെ പോയിക്കായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ
സ്നേഹ അടിയിലുണ്ടോന്നും കാണാൻ പറ്റൊന്നുമില്ല. ഉള്ളും നടികയല്ലേ മറ്റാളെന്റെ കാലോട്. നിങ്ങൾ നാളെ പോവാണോ കുട്ടാപ്പൂ? നിങ്ങൾ നാളെ പോവാണോ? ആണോടാ? ഇവിടെ 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 വെക്കൂ. ശ്വാസം വലിക്കാൻ പറയൂ. ചേച്ചിനെ നോക്കുക. ഞാൻ ചേച്ചിനെ നോക്കാൻ. ശ്വാസം വലിക്കാൻ പറയൂ. എത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല മടിയിൽ കേൾക്കാതെ. എന്താണത്? ചെരച്ചിനൊരു ഉമ്മ കൊടുക്കോ. ചെരച്ചിന് ഉമ്മ കൊടുക്കോ. ഒരു ഉമ്മ കൊടുക്കോ ചെരച്ചിന്. അച്ചേച്ചി കൊടുക്കട്ടെ. കുട്ടാപ്പോ അതാ ചേച്ചി നോക്കണം. ചേച്ചിക്ക് ഒരു ഉമ്മ കൊടുക്കൂ. ചേച്ചിക്ക് ഒരു ഉമ്മ കൊടുക്കൂ. അച്ചേച്ചിക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും. അച്ചേച്ചിക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും. ഉമ്മ കൊടുക്കും. ഉമ്മ കൊടുക്കും. എല്ലാ ദിവസവും നമ്മുടെ അടുത്ത് അടി വാങ്ങണം കേട്ടോ. നാട്ടിൽ വന്നിട്ട് നാളെ മുതൽ പിന്നെ ചേച്ചിനോട് കൊണ്ടുപോവാ. ചേച്ചി വരുന്നുണ്ട് ഉണ്ണിയുടെ കൂടെ. അച്ഛൻ്റെ കൂടെ പോയിട്ട് വരാന്ന് പറയൂ. ഫെബ്രുവരിയിൽ കാണാൻ പറഞ്ഞു. പോയിട്ട് വരാം. ഫെബ്രുവരിയിൽ കാണാം. ടാറ്റാ പറയൂ. ടാറ്റാ പറയൂ. എത്ര പെട്ടെന്നാണ് 10 ദിവസം പോയേ. കുറേ പ്ലാൻസ് ഉണ്ടായിരുന്നു കേട്ടോ അവർ വന്നപ്പോൾ, ഒരുമിച്ച് അവിടെ പോകണം ഇവിടെ പോകണം എന്നൊക്കെ. പക്ഷേ ഇവന് ലീവ് ഇല്ലാത്തതുകൊണ്ട് എല്ലാ പ്ലാൻസും വെള്ളത്തിൽ വരച്ച വര പോലെ. ഇപ്പം അതാ അവർ വന്ന് 10 ദിവസം കഴിഞ്ഞ് അവരിതാ തിരിച്ചു പോവായി. അങ്ങനെ എന്തായാലും നാട്ടിൽ ചെന്നിട്ട് കാണാം. ഓക്കെ, ടാറ്റാ ടാറ്റാ. നമ്മുടെ ഡ്രൈവർ ചിന്നു പോകുന്നില്ല. നിങ്ങളെ അമ്പള പോകുന്നുണ്ടോ? ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മൾ വരാട്ടാ. ബൈ ബൈ. അങ്ങനെ അവർ തിരിച്ചു പോയി. അപ്പോൾ 2 ദിവസത്തെ ഒരു വീഡിയോ ആയിരുന്നു ഇത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് 29-ാം തീയതി നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്ന വീഡിയോ ആയിട്ടാണ് തുടങ്ങി. പക്ഷെ അത് കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു അവർ പോകുന്നതും കൂടെ ചേർത്തിട്ട് ഒരു വീഡിയോ ആയിട്ട് ഇടാമെന്ന്. അങ്ങനെ കാര്യങ്ങളൊക്കെ ഷൂട്ടൊക്കെ ചെയ്തു. പക്ഷേ എഡിറ്റ് ചെയ്യാനും കാര്യത്തിനൊന്നും സമയം കിട്ടിയില്ല. കാരണം എനിക്ക് കുറച്ച് പനി കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് ഡൗൺ ആയിട്ടിരിക്കുകയായിരുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവരെ കൊണ്ടാക്കാനൊന്നും എനിക്ക് പോകാൻ പറ്റിയില്ല. എനിക്ക് ഹെൽത്ത് അത്ര ഓക്കെ അല്ലായിരുന്നു. അപ്പം ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല.
ചന്തും ചിന്നും ഉണ്ടാപ്പും കൂടിയിട്ടാണ് പോയി അവരെ കൊണ്ടാക്കാൻ. ചെന്നിട്ട് അവിടെ ഭയങ്കര സീനായിരുന്നു എന്നാണ് പറഞ്ഞത്. ചെറുതുങ്ങൾ കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കരച്ചിലായിരുന്നു. ഒരാൾ ചേച്ചി പോണ്ടാന്ന് പറഞ്ഞിട്ട് കുട്ടാപ്പുകാരായാലും, ഒരാൾ പഹപ്പൂ എന്ന് പറഞ്ഞിട്ട് മറ്റാൾ കരച്ചിലുമായിരുന്നു. പക്ഷെ അതൊന്നും ഇവർക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം രണ്ടാളും ചിന്നുവിൻ്റെ കയ്യിലുണ്ടായിരുന്നു. ചന്തു എന്തോ ലഗേജൊക്കെ എടുത്തു വയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യായിരുന്നു. അപ്പോൾ അതുകൊണ്ട് രണ്ടുപേർക്കും അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ നല്ല കുറച്ച് മൊമെൻറ്റ്സ് ആയിരുന്നു, ഞാൻ കണ്ടില്ല, ഇവർ പറഞ്ഞതാണ്. പിന്നെ അത് മാത്രമല്ല, തിരിച്ച് വരുന്ന വഴിക്ക് എൻ്റെ ഫോൺ എൻ്റെ കസിൻ്റെ വണ്ടിയിലാണ് ഇവർ പോയത്. അപ്പോൾ അവൻ്റെ കാറിൽ വെച്ചിട്ട് ഇവർ മറന്നു. അപ്പോൾ പിന്നെ ഇന്നലെ ആ വീഡിയോസും കാര്യങ്ങളൊന്നും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവർ ഇന്ന് പോകുന്ന വഴിക്ക് അവൻ എനിക്ക് കൊണ്ടുവന്ന് തരിക ചെയ്തേ. അപ്പോൾ പോയി 10 ദിവസത്തെ ഒരു വെക്കേഷൻ കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് കുറേ പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അവിടെ പോകണം ഇവിടെ പോകണം എന്നൊക്കെ. പക്ഷേ ഇവന് ഇയർ എൻഡും മന്ത് എൻഡും എല്ലാം കൂടെ ഒരുമിച്ചായതുകൊണ്ട് ഇവന് ലീവൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതെല്ലാം ഫ്ലോപ്പായി. നോക്കാം, ഇനി നാട്ടിൽ ചെന്നിട്ട് ഒരുമിച്ച് പോവാം. പോയപ്പോൾ ഇങ്ങനെ ഭയങ്കര ഒരു ശൂന്യത, മറ്റേ ചെക്കൻ കിടന്നിട്ട് ഇങ്ങനെ എപ്പോഴും ഒച്ചയാക്കിയിട്ടേ, അപ്പോൾ ഇങ്ങനെ എന്തോ ഒരു സൈലൻസ് പോലെ ഇവിടെ. അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ന്യൂ ഇയർ വിശേഷങ്ങളൊക്കെ ആയിട്ട് മേ ബി അങ്ങനെ പ്ലാൻസും കാര്യങ്ങളൊന്നുമില്ല. എന്തെങ്കിലും പുറത്തെന്തെങ്കിലും പോവായിരിക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ പറ്റി എടുക്കാം. 2024 വലിയ തിരക്കേടില്ലായിരുന്നു, കുഴപ്പമില്ലാണ്ട് പോയി. ഭയങ്കര ഹാപ്പിയല്ല എന്നാൽ ഭയങ്കര സാഡും അല്ല, ആ ഒരു രീതിയിലാണ് പോയത്. 25 നല്ലതാവട്ടെ എന്ന് വിചാരിക്കുന്നു. കാരണം 25-ൽ ഞങ്ങൾക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. നമുക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവുമല്ലോ, ഒരുപാട് ഹാപ്പി മൊമെൻറ്റ്സ് ഞങ്ങൾക്ക് വരാനുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ചൊരു ത്രില്ലിലാണ് ഇപ്പം. അതൊക്കെ നല്ല രീതിയിൽ നടക്കണം എന്നാണ് ആഗ്രഹം. അങ്ങനെ വേറെ ഇന്നിപ്പോൾ സ്പെഷ്യലായിട്ടൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ. ഇനി പറ്റിയ ന്യൂ ഇയറിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. സോ ബൈ.